എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കാത്തിരുന്ന ക്ഷേമ പെൻഷൻ അറിയിപ്പ് വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അധികാരത്തിൽ വന്നതിന് ശേഷം പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്ന് 78 മണിക്കൂർ പിന്നിടുമ്പോഴേക്കും ആദ്യ ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള തുക അനുവദിച്ചുകൊണ്ടുള്ള അറിയിപ്പ് എത്തിയിരിക്കുകയാണ്. വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ക്ഷേമ പെൻഷൻ തുറന്നങ്ങോട്ട് തുടരും എന്നുള്ള സൂചന തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ക്ഷേമ പെൻഷൻ ആളുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്ന് വി.ഡി. സതീശൻ മന്ത്രിസഭ അധികാരത്തിൽ വന്ന് 78 മണിക്കൂർ കഴിയുമ്പോഴേക്കും ആദ്യ മാസത്തെ ക്ഷേമ പെൻഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2026 മെയ് മാസത്തെ പെൻഷൻ തുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായിട്ടുള്ള വി.ഡി. സതീശൻ അനുവദിച്ചുകൊണ്ടുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത്. 25-ാം തീയതി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യും എന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. ഇതിനുവേണ്ടി 1070 കോടി രൂപ അനുവദിച്ചു എന്നും ധനമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കി. LDF സർക്കാർ കഴിഞ്ഞ മാർച്ചിൽ തന്നെ പെൻഷൻ വിതരണം അതാത് സമയത്ത് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഉത്തരവ് നേരത്തെ ധനമന്ത്രി KN ബാലഗോപാൽ ഇറക്കിയിരുന്നു. പക്ഷെ തുക ഈ സർക്കാരാണ് അനുവദിക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള 1070 കോടി രൂപ അനുവദിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ അറിയിപ്പ് എത്തിയിട്ടുള്ളത്. 25-ാം തീയതി മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും. 26.46 ലക്ഷം ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തുക. 2000 രൂപയാണ് പെൻഷൻ വിതരണം. ബാക്കിയുള്ള ആളുകൾക്ക് സർവീസ് സഹകരണ സംഘങ്ങൾ മുഖേന കയ്യിലും പെൻഷൻ വിതരണം ചെയ്യുന്നതാണ്. പതിവ് രീതിയിൽ തന്നെയാണ് ഈ മാസത്തെയും പെൻഷൻ വിതരണം. യാതൊരു വ്യത്യാസവുമില്ല. സർക്കാർ മാറി, ധനമന്ത്രി മാറി, മുഖ്യമന്ത്രി മാറി എങ്കിലും പതിവ് പോലെ തന്നെ പെൻഷൻ ഈ മാസം ലഭിക്കുന്നു എന്നുള്ള സന്തോഷം. ഇനി അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ ഈ കഴിഞ്ഞ 2-3 മാസം മുമ്പ് തന്നെ വിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് നൽകാൻ പറഞ്ഞിരുന്നു. അപ്പം അത് നൽകിയിട്ടില്ല എങ്കിൽ അത് ജൂൺ 30-ന് മുമ്പെങ്കിലും നൽകണം എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ 2019 ഡിസംബർ 31-ന് മുമ്പ് പെൻഷൻ വാങ്ങുന്നവരും വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടപ്പോൾ ഇതുവരെ നൽകാത്തവരുമായിട്ടുള്ള ആളുകൾ 30-ാം തീയതിക്ക് മുമ്പ് അതും ചെയ്യണമെന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ പെൻഷൻ വിതരണം കൃത്യസമയത്ത് ഉണ്ടാകും. 25-ാം തീയതി മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. 1070 കോടി രൂപയാണ് അതിന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ 64 ലക്ഷത്തോളം ആളുകൾക്കാണ് സഹായം ലഭിക്കുന്നത്. 50 ലക്ഷത്തോളം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ബാക്കിയുള്ള സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് വിതരണം ചെയ്യുന്ന ക്ഷേമ ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കുമാണ് 2000 രൂപ വീതം അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക. ഇനി കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ, മറ്റ് ക്ഷേമ ബോർഡ് പെൻഷനുകൾ അതെല്ലാം അറിയുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ തുടർന്നും ലഭിക്കും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. കൃത്യമായിട്ടുള്ള അറിയിപ്പ് ലഭിച്ചാൽ കൃത്യമായിട്ട് നിങ്ങളെ അത് അറിയിക്കുന്നതാണ്. അതായത് LDF സർക്കാർ ഫെബ്രുവരി മുതൽ ആരംഭിക്കുകയും മാർച്ചോടെ വിതരണം നിർത്തുകയും ചെയ്ത ആ ഒരു പെൻഷൻ തുക വീണ്ടും തുടങ്ങും എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. UDF സർക്കാർ അത് വീണ്ടും തുടങ്ങി. ആ സ്ത്രീ സുരക്ഷാ പെൻഷൻ വീണ്ടും വിതരണം ചെയ്തേക്കും എന്നുള്ള വിവരങ്ങളാണ് തദ്ദേശ വകുപ്പുമായി കേന്ദ്രീകരിച്ച് വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അത് മുടങ്ങിപ്പോകില്ല എന്നുള്ള ആശ്വാസം കൂടിയുണ്ട്. അപ്പോൾ അതും ലഭിക്കുന്നതാണ്. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ബൈ.